सबको मेरा नमस्कार। आज हम +2 का हिंदी तो उसका दूसरी भाग അതായത് രണ്ടാം അധ്യായം. ആ രണ്ടാം അധ്യായത്തിൽ അത്യാവശ്യം മെയിനായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് തുളസീദാസ് 3 കവികളാണ് അതിൽ പ്രധാനപ്പെട്ട് വരുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ 3 കവികളാണ്. ഒന്ന് തുളസീദാസാണ്, ഒന്ന് മീരാബായി ആണ്, ഒന്ന് സൂർദാസാണ്. 3 നല്ല എന്താ പറയുക ഭക്തിശാഖയിലെ കവികളുമാണ്. നിങ്ങൾക്കറിയാം നമ്മളുടെ ഹിന്ദി സാഹിത്യത്തിൽ എത്രമാത്രം കാലങ്ങളുണ്ടെന്നോ ആ കാലങ്ങളെ എങ്ങനെയൊക്കെ വിഭജിച്ചു എന്നും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ 3 കവികളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം സൂർദാസ്, മീരാബായി കൃഷ്ണ ഭക്തിശാഖയിലെ ഭക്തിശാഖയ്ക്ക് തന്നെ 2 വിഭാഗങ്ങളുണ്ട്, നിർഗുണ और सगुण. और ആ നിർഗുണ और सगुण के भी 2 विभाग है. നിർഗുണത്തിനും സഗുണത്തിനും 2 ഭാഗങ്ങളുണ്ട്. നിർഗുണത്തിൽ എന്താ ജ്ഞാനാശ്രയ शाखा और प्रेमाश्रय शाखा है. और भक्ति शाखा में तो सगुण भक्ति शाखा में तो 2 है, राम भक्ति और कृष्ण भक्ति. അപ്പോൾ അതിൽ ആ രാം ഭക്തി और കൃഷ്ണ ഭക്തി ശാഖയിൽ 2 കൂട്ടരും ഇതിലുണ്ട്. രാമഭക്തിയത്തെ തുളസീദാസും ഉണ്ട്, കൃഷ്ണഭക്തി ശാഖയിൽ ആരുമുണ്ട്, മീരാബായി और सूरदास है. അപ്പോൾ उनके बारे में हमें पढ़ना है. അവരെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കാൻ. എല്ലാം ഞാൻ ഹിന്ദി में बोले तो तुम्हें कितना समझ जाएगा मुझे मालूम नहीं है, इसलिए मैं മലയാളം में कहना चाहती हूँ. അപ്പോൾ എല്ലാം ഹിന്ദി പറഞ്ഞ മക്കൾക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ടീച്ചർ മലയാളം ഹിന്ദിയൊക്കെ കൂടെ കലർത്തി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ തുളസീദാസ് सगुण भक्ति शाखा के नाम भक्ति कवि है और उनकी सर्वप्रमुख रचना रामचरितमानस है. उनका जन्म 1599 में उत्तर प्रदेश के सोरोम नामक स्थान में हुआ है. उनके गुरु नरसिंह दास थे. അപ്പോൾ തുളസീദാസ് സഗുണ ഭക്തിശാഖയിലെ കവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചന രാമചരിതമാനസാണ്. അദ്ദേഹം ഉത്തർപ്രദേശിൽ സോറോ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. 1589 ജനിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2-3 കവിതകൾ പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ് ആ പദങ്ങൾ ഫുള്ളൊന്നും വായിച്ച് നമുക്ക് अर्थ बता देने के लिए समय नहीं है, इसलिए उनका तत्व मैं इधर बता देती हूँ. അപ്പോൾ ഇവിടെ മുനി സുനി വചൻ രാമസുഖ ഭായി ഗുരു സഹിത് അനുകൂൽ അധായി എന്ന് തുടങ്ങുന്ന ആ പദം എവിടെ വരെയാണ് പറയുന്നത് നോക്കൂ. ബരസന് തൃപ്തി ന ആജുലകി പ്രേമ പിപാസേനയന്. അപ്പോൾ ആ രാമൻ്റെയും ഭരതൻ്റെയും കൂടെ സ്നേഹത്തെ പറ്റി ഭ്രാതൃ സ്നേഹക്കെ ബാരമേ കത്തയ അവരുടെ ആ ഭ്രാതൃ സ്നേഹം സാഹോദര്യ സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത്. കഥകളൊക്കെ നിങ്ങൾക്കറിയാം. രാമായണം കഥ നമ്മൾ കേരളീയർക്ക് ഒട്ടും മോശമില്ലാതെ അറിയാലോ. ഇപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ നല്ല ഭാരതത്തിലെ കുഞ്ഞനുട്ടികൾക്ക് മുഴുവൻ അറിയാവുന്നതാണ് രാമകഥ. പക്ഷേ ഉൻകെ ठीक തരേനെയും മാലൂഹോ അതായത് എല്ലാതിൻ്റെ തത്വങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയൊന്നല്ല നമുക്കറിയുന്നത്. അതുകൊണ്ട് എന്നാലും ബാഹ്യരൂപ മാലൂഹ ബാഹ്യമായിട്ടെങ്കിലും നമുക്ക് രാമകഥ അറിയാം. പക്ഷേ ഇന്നും കുട്ടികളായിട്ട് ബന്ധമുള്ളതിനെ കൊണ്ട് ടീച്ചർ പറയുന്നു രാമായണത്തിലെ കഥാനായകൻ ആരാന്ന് വെച്ചാൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അത്രയ്ക്ക് അധപ്പതിച്ചു കഴിഞ്ഞു നമ്മളുടെ സമൂഹം. ഇപ്പോൾ ഇവിടെ മുനി വചന് സുനി ഇതിലെ സന്ദർഭം എന്താ വെച്ചാൽ രാമൻ്റെ അഭിഷേകം മുടങ്ങി, രാജാഭിഷേകം മുടങ്ങുകയും രാമനും ലക്ഷ്മണനും സീതയും കാട്ടിലേക്ക് പോകുന്നു. ഈ വിവരം അറിഞ്ഞ ഭരതൻ സ്ഥലത്തെത്തുന്നു. ഭരതൻ അപ്പോൾ അമ്മ വീട്ടിലായിരുന്നു, ജനക മഹാരാജാവിൻ്റെ രാജ്യത്തായിരുന്നു. അവിടെ അമ്മ അതായത് അമ്മയുടെ അച്ഛനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ രാജാഭിഷേകമാണെന്ന് വന്നപ്പോൾ കൂട്ടിക്കൊണ്ടുവരുമ്പോഴേക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങളാണ് കഴിഞ്ഞു. എന്തൊക്കെയാണ് കഴിഞ്ഞത്? ഭരതനെ രാജാവായി വാഴിക്കണമെന്നും ആ രാജാവായി വാഴിച്ചു കഴിഞ്ഞാൽ രാമന് 14 വർഷത്തേക്ക് കാട്ടിലയക്കണം എന്നൊക്കെയുള്ള വരം ആര് വാങ്ങിച്ചു കഴിഞ്ഞു? നമ്മളുടെ കൈകേയി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതറിഞ്ഞ് ആ സങ്കടത്തിൽ നമ്മളുടെ രാജാവ് മരിക്കുകയാണ് ചെയ്യുന്നത്. ആ രാജാവ് മരിച്ചതോടുകൂടി
ആകെ അയോധ്യ അങ്ങോട്ട് അലങ്കോലമായി. എല്ലാം കൊണ്ടും കൂടെ കൈകേയിയോട് ദേഷ്യം പിടിച്ചിരിക്കുന്ന ജനങ്ങളും. എന്നാൽ രാമന് മാത്രം ദേഷ്യമില്ല. കാരണം എന്താ, രാമനെല്ലാം സമചിത്തതയോട് കൂടി എല്ലാം കൈകാര്യം. കാരണം ഉनको मालूम है था इसका तत्व क्या है, ये ऐसा क्यों हुआ है, इसके बारे में उन्हें अच्छी तरह मालूम है. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഇതെന്തിനാണ് വന്നത് എന്നൊക്കെ ആർക്കറിയാം, രാമനറിയാം. അതുകൊണ്ട് രാമൻ എന്ത് ചെയ്യുന്നില്ല, സമചിത്തനായിട്ട് നിൽക്കുക ചെയ്യുന്നത്. ലക്ഷ്മണനും മുൻകോപിയായി. ലക്ഷ്മണനെയും അവിടെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇനി ഭരതൻ്റെ കൂടാണ് വരുന്നത്. ഭരതൻ എത്തുമ്പോഴേക്ക് രാമൻ എന്തായിട്ടുണ്ട്, കാട്ടിപ്പോയി. ആ സംഭവം അറിഞ്ഞ് അമ്മേനെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് വാളൂരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എന്താണ്, അമ്മേനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഭരതൻ എന്ത് ചെയ്യുന്നു, രാമനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സന്നാഹങ്ങളോട് കൂടി പോവുകയാണ്. സന്നാഹങ്ങളോട് കൂടി പോകുന്നു. ഭരതന് രാമൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന സഭയിൽ എന്താണ് പറയുന്നത്, ഫുള്ളായിട്ട് പറയുന്നില്ല കേട്ടോ മക്കളെ. അപ്പോൾ ആ മുനിയുടെ വചനം, മുനിക്കറിയാം, എല്ലാ കാര്യവും അറിയാം. അപ്പം മുനിയും രാമനും ഭരതനൊക്കെ കൂടെ നിൽക്കുന്ന സഭയാണ്, നാട്ടുകാരും ഉണ്ട്. അപ്പോൾ ഇവങ്ങനെ കാതോർത്തുക, എപ്പോഴാണ് എൻ്റെ ഊഴം വരുന്നിച്ചിട്ട് നിൽക്കുക. അങ്ങനെ സമയം വന്നു. മുനി പറഞ്ഞു, എന്താ വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് പറയാൻ നിന്നപ്പോഴേക്ക് കണ്ണുനീൻ്റെ ഒഴുകുക, സ്നേഹാശ്രുക്കൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭരതന് വാക്കുകളൊന്നും കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ രാമൻ്റെ സ്നേഹം ഭരതന് കുട്ടിക്കാലം മുതൽക്ക് അറിയാം. രാമന് കിസി ദുഷ്ട ലോകോൻ സെ ബി പാപി സെ ബി കുച്ച് ക്രോധ് നെയ് കർ സക്ത. രാമന് പാപികളോട് പോലും ക്രോധം കാണിക്കാൻ പറ്റാത്ത അവസര. ഭരത് और രാം के प्रति, അതായത് ഭരത് और राम के बीच में, ഭരതൻ്റെയും രാമൻ്റെയും കൂടെ ഇടയിൽ एक അഗാധ സ്നേഹയ്ക്ക് കഹാനി ഹെ. അഗാധമായ സ്നേഹമുണ്ട്, അത് പറയുന്നുണ്ട്. അതാണ് താഴെ പറയുന്നത്. എന്താണ്, മേരെ പർ കൃപ സ്നേഹ് വിശേഷി ഖേലത്ത് ഗുനിസ് ഇന്ന കബഹു ദേക്കി എന്ന് പറയുന്നത്. എന്നോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. കളിയിൽ പോലും ആരോടും ദേഷ്യപ്പെടാത്ത വ്യക്തിയാണ്. എന്നോടുള്ള ആ സ്നേഹത്തിൻ്റെ ആ ഇതാണ് എന്ത് പറയുന്നത്, കളിയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് ദുഃഖം വരരുതെന്ന് വെച്ചിട്ട് ഏട്ടൻ എന്ത് ചെയ്യും, ഞാൻ വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അത്രയും സ്നേഹമുള്ള ഏട്ടനാണ്. ഞാൻ ഇനി എന്ത് പറയും എന്നുള്ളതിൽ നിൽക്കുകയാണ്. പക്ഷേ ഏട്ടൻ എഴുന്നേറ്റ് നല്ല സ്നേഹത്തോടു കൂടി ഒരു നോട്ടാരെ നോക്കുന്നു, ഭരതനെ നോക്കുക ചെയ്യുന്നത്. അതോടുകൂടി ഭരതൻ്റെ എല്ലാ അമ്മയോടുള്ള കോപം എല്ലാം ഉണ്ട് അവസാനിക്കുക ചെയ്യുന്നത്. അതാണ് ആ ആദ്യത്തെ കവിതയുടെ സാരം വരുന്നത്. ഇനിയൊന്നും കൂടെ ഉണ്ടല്ലോ. പിന്നെ അടുത്തത് ഏതാണ് നോക്കൂ. വിധിന സഖേവു സഹി മോര് ദുലാര് നീജ് ബീജു ജനനി മിസ്പാര യഹവു കഹത്ത് പദമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അമ്മയോട് ഭരതൻ കോപിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം ഭഗവാൻ, അതായത് ഭരതൻ പറയാണ്, വിധിന്ന സഖേവു, ദൈവത്തിന് പോലും സഹിക്കാതായി കഴിഞ്ഞു. എന്താ സഹിക്കാൻ പറ്റാതായി? ഹം ദോനോക്കെ ബീച്ച് കാ സ്നേഹ്, ഞാനും ഏട്ടനുമായിട്ടുള്ള സ്നേഹം വിധിക്കോ ബി സഹ് നെയ് സക്ത, ഈശ്വരന് മുന്നേ അസൂയ തോന്നുന്നതാണെന്ന്. ഈശ്വരന് പോലും അസൂയ തോന്നുന്നതാണ് എൻ്റെയും ഏട്ടൻ്റെയും കൂടെ ഉള്ളത്. അപ്പം മേനെ മാംകോ क्या किया, मैंने माँ को अपराधी बनाकर उनकी ओर ക്രോധ് കിയാ ഹെ. ഞാൻ അപരാധിയാണ് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയെ ശാസിച്ചു. ഉസ്കി ആവശ്യത നെയ്ത്തി. കാരണം എന്താണ്, അമ്മയെ കുറ്റപ്പെടുത്തി ഞാൻ നല്ലവനാണെന്ന് പറയാൻ പാടില്ല. കിസി ബി മാംക ഐസ നെയ് കാരണ ചായേ. ഒരു അമ്മമാരോടും നമ്മൾ അങ്ങനെ കാണിക്കരുത്. അമ്മ കുറ്റക്കാരിയാണ്, ഞാനാ നല്ലവെന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. കാരണം എന്താ, നമ്മൾ സ്വയം നന്നാവണമെങ്കിൽ അമ്മയും നന്നാവണ്ടേ. നമ്മൾ ആ അമ്മയുടെ വയറ്റിൽ നിന്നല്ല വരുന്നത്. നമ്മൾ പറയില്ലേ, മത്തം കുഴിച്ചിട്ടാൽ കുമ്പളം മുളയ്ക്കില്ല എന്ന് പറയും. അതിനൊരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. വയ്യേക്ക് കോതവ് ബാലി സുരാലി. കോതവ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലൊരു ഇതാട്ടോ. നമ്മളിവിടെ മത്തം കുഴിച്ചിട്ടാൽ കുമ്പളം വരില്ല, അല്ലെങ്കിൽ കുമ്പളം നട്ടാൽ മത്തം കായ്ക്കില്ല എന്ന് പറയുന്നതിന് അവർ പറയണ കോതവെന്ന് കായ കുഴിച്ചിട്ടാൽ അതിൽ നല്ല കായകൾ കായ്ക്കില്ലല്ലോ എന്ന് പറയാട്ടോ. അതിൻ്റെ ഉദാഹരണ ടീച്ചർ മലയാളത്തിൽ പറഞ്ഞു തന്നത്. അങ്ങനെയാണ്. അമ്മയുടെ വയറ്റെന്ന് പറഞ്ഞാൽ ഞാനും ദോഷക്കാരനല്ലേ. അപ്പം ഞാൻ അമ്മയോട് ചെയ്ത ഏറ്റവും വലിയ ദോഷമാണ്. ആ ദോഷം അമ്മമാരെ ചീത്തയാണ് എന്ന് പറയുന്ന മക്കൾ 1000 ജന്മങ്ങൾ ദോഷം, അതായത് ചീത്തപ്രവൃത്തികൾ ചെയ്ത ഒരു പാപിയായിരിക്കും എന്നാണ് അവനൊടുവിൽ കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള മുക്ത പ്രസവക്ക് സബക് ലാലിത് സഭയെ ദോഷ കലേസു ഉന്നക്കാഹും മോര് അഭാഗ ഉദതി അവഗാഹും. ഞാൻ ആരോടും കുറ്റം പറയുന്നില്ല, എൻ്റെ പാവാണ്.
എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള പാപം എനിക്കാണ്. എനിക്ക് എൻ്റെ ഏട്ടനോട് സ്നേഹമുണ്ട്. ഞാൻ അമ്മയെ കുറ്റം പറഞ്ഞതിൽ പശ്ചാത്തപിക്കുകയാണ്. അമ്മേനെ കുറ്റം പറഞ്ഞ ഒരു മകനും നല്ലവനായിട്ടില്ല. ഞാൻ നല്ല സൽസ്വഭാവിയാണ്, ഞാനാണ് സത്യസന്ധൻ, ഞാൻ അങ്ങനെയുള്ളവനാണ്, അങ്ങനെയുള്ള ഒന്നും പറയാറ്റില്ല. അമ്മയെ കുറ്റപ്പെടുത്തി പറയുന്നവ അനേക കൊല്ലം എന്താ പറയുക ജന്മാന്തരങ്ങൾ പാപം ചെയ്ത ഒരു പാപജീവിയായിരിക്കും, പാപിയായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ആ വിധിന്ന സഖേവു എന്നുള്ള ആ 4, 2, 4, 5 വരെയുള്ള പദത്തിൽ പറയുന്നത്. ഇനി ഒന്നും ഇല്ല. അങ്ങനെ അതാണ് തുളസീദാസിൻ്റെ 2 പദങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള. ഭ്രാതൃസ്നേഹം, സഹോദര സ്നേഹം. രാമായണം തന്നെ അതാണ്. സഹോദര സ്നേഹത്തിന്, രാജ്യഭരണത്തിന്, അച്ഛനമ്മ മക്കൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക മാതൃകയായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് രാമായണം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മീരാബായിയാണ്. മീരാബായിയുടെ കഥ നിങ്ങൾക്കറിയാം. കൃഷ്ണനെ എല്ലാമായിട്ട് കണ്ടൊരു കവയിത്രിയാണ്. കവയിത്രിയല്ല, ഒരു രാജകുമാരിയാണ് മീരാബായി. അതിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ടിലും കൃഷ്ണ സ്നേഹം പ്രേമം കാണിക്കും. പ്രേമമല്ല, ആ ഒരു കൃഷ്ണഭക്തയാണ്. കൃഷ്ണനിലെല്ലാം അർപ്പിച്ചൊരു ഭാവം. അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ 18 വയസ്സിൽ വിധവയാവുന്നുണ്ട്. വിധവയായ അവർ നാട് നീള കൃഷ്ണഗാനം പാടി നടക്കുമ്പോൾ അത് രാജകുടുംബത്തിന് എന്താ പറയുക അപമാനമായി തീർന്നു. അങ്ങനെ രാജകുടുംബത്തിൽ നിന്നൊക്കെ പോയി പിന്നീട് വൃന്ദാവനത്തിൽ ഇങ്ങനെ സന്യാസിയായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്തെന്നാണ് അവരുടെ ചരിത്രം പറയുന്നത്. അതിലിപ്പോൾ ഇവിടെ ഒരു 2 ഇത് തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക്. മേ ഗിരിധരിക്ക് ഘർ ജാവും രേ ഗിരിധർ മ്യാരോ സാഞ്ചോ പ്രീതം ദേഖത്ത് രൂപ് ലുഭാവും റൈൻ പടേ തബ് ഹി ഉടി ജാവും മോര് ഭയേ ഉടി ഭാവും. വ്രജഭാഷ അതിനെ കൊണ്ടാട്ടോ ഇത് ഇങ്ങനെയൊക്കെ ഉള്ളത്. നമ്മളുടെ ഒറിജിനൽ ഹിന്ദി അല്ല ഈ ഭാഷ. റൈൻ ദിന വാക്കെ സംഘ് കേലും ജ്യോന്ത്യും വാഹി ലുഭാവും जो परिहारे सोई पहिरुम जो दे सोई खाऊं मेरी उषा के प्रीति पुरानी उन बिन पलन रहाऊं जहाँ बैठावे तिरी बैठुम बेचे तो बिक जाऊं मीरा के प्रभु गिरिधर नागर बार बार बलि जाऊं. എൻ്റെ ഗിരിധരായിരിക്കുന്ന ആ കൃഷ്ണന് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ബലി അർപ്പിക്കാൻ തയ്യാറാണ്. എന്താ പറയുന്നത്? സഖിയോട് പറയാ, ഞാൻ ഗിരിധർക്ക് ഘർ ജാവും, ഞാൻ ഗിരിധറിൻ്റെ വീട്ടിൽ പോവും. ഉനക്കെ സാത്ത് രഹൂംഗ, उसने जो कुछ मुझे देता है वह खाऊंगा, जहाँ बैठने को कहता है वहाँ बैठूंगा, जो पीने को देता है वह पीऊँगा, और जो पहनने को देता है वह पहनूँगा, और क्या क्या करते हैं वह सब സൈനയ്ക്ക് लिए തയ്യാർ ഹോ. എനിക്ക് തിന്നെന്താന്ന് വെച്ചാൽ തിന്നെ, എവിടെ ഇരിക്കാൻ വന്നു വെച്ചാൽ അവിടെ ഇരിക്കുക, എന്താണ് ധരിക്കാൻ വന്നു വെച്ചാൽ അത് ധരിക്കുക. പിന്നെ എന്തൊക്കെയാ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടേ. ക്യാ ഹേ भगवान को सब कुछ समझकर, उनका सब कुछ है भगवान, ऐसा होने के नाते वह ऐसा करता है. അതുകൊണ്ടിട്ടാണ് മീരാബായി പറയുന്നത് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും, കൃഷ്ണൻ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ഇനിയിപ്പം കൃഷ്ണനൊടുവിൽ എന്നെ ആർക്കെയും വിൽക്കാൻ തയ്യാറായോ? ഓക്കെ, ഞാൻ ശരിയാണ്, അതിനും തയ്യാറാണ്. ബിക്ക് ജാവും, ഞാൻ വിൽക്കപ്പെടും, എനിക്ക് അതിലും ഞാൻ എതിർപ്പ് പറയില്ല. അതായത് കൃഷ്ണൻ്റെ ഇഷ്ടം എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ഈ പദത്തിൽ പറയുന്നത്. അപ്പോൾ ആ പദത്തിൻ്റെ അർത്ഥം ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു തന്നു. അത് വരികളൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കി എടുക്കട്ടോ. ഇനി അടുത്തത് വേറെ എന്നുള്ളത് എന്താണ്? മായേരിയും ഞാൻ ലിയോ ഗോവിന്ദ് കോ മോല്. ഇതും അത് തന്നെ. അതായത് അവിടെ എന്താ പറഞ്ഞത്? ഗോവിന്ദൻ എന്ത് പറഞ്ഞാലും കാണിച്ചാലും ചെയ്താലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ഇവിടെയും അതുപോലെയാണ്. എന്താണ്? എൻ്റേത് സ്വന്തമാക്കിയിരിക്കുന്നു ഞാൻ കൃഷ്ണനെ. മോൽ ലിയാഹെ, ഞാൻ കണ്ണൻ എന്ത് ചെയ്തിരിക്കുകയാണ്? മോൽ ലിയാഹെ, വിലക്കെടുത്തിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിലക്കെടുത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സ്വന്തമാക്കി എന്നർത്ഥം. അപ്പോൾ ഇവിടെ തോ കഹിയോ ഛാണെ മ്യാഹോ ക്യാടെ ചോടെ ലിയ ബജന്ത ഢോലെ തേ കഹ്യ മുഖാന്തോ യാം കഹ്യോ സസ്തെ ലിയ. അപ്പം ഞാൻ എൻ്റെ കണ്ണൻ എന്ത് ചെയ്തിരിക്കുകയാണ്? എന്താ ചെയ്തില്ല? മോൽ ലിയാഹെ, വിലക്കെടുത്തു, എൻ്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, അതൊരു വില കുറഞ്ഞ അപരാധം കേൾക്കത്തക്കൊരു കാര്യമാണെന്ന് പറയണം. അതായത് മീരാബായി
കൃഷ്ണസ്നേഹം പറഞ്ഞ് ഇങ്ങനെ നാട് മുഴുവൻ നടക്കല്ലേ. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു അത് അത്ര വലിയ ശരിയല്ല, അതൊരു മോശമായ കാര്യമല്ലേ എന്നാണ് ചോദിക്കണേ. അല്ല, മീര പറയണ അതല്ല, എനിക്ക് കൃഷ്ണനോടുള്ള സ്നേഹം ആണ് ഏറ്റവും വലുത്. അതൊരു ചീത്ത പ്രവൃത്തിയല്ല, വില കുറഞ്ഞ പ്രവൃത്തിയല്ല എന്നാണ് സഖിമാർ പറഞ്ഞത്. അവർ അല്ല, എനിക്ക് ഏറ്റവും വില കൂടിയ പ്രവൃത്തിയാണ് കൃഷ്ണ സ്നേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം കിടക്കാനും ഉറങ്ങാനും എല്ലാത്തിനും കളിക്കാനും എല്ലാത്തിനും തയ്യാറാണെന്നാണ് പറയുന്നത്. അതവിടെ പറയുന്നത് എന്ത് തന്നെ പറഞ്ഞാലും മേ ഉൻസെ യെ സംബന്ധിച്ച് കറക്റ്റേഹും, ഒരിക്കലും ഒളിച്ചു വെക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഡോൽ ബജാക്കർ, ഡോൽ എന്ന് പറഞ്ഞാൽ ചെണ്ട പോലത്തെ ഒരു സാധനമാണ്, അത് കൊട്ടി ഞാൻ പണ്ടുള്ള രാജാക്കന്മാരൊക്കെ ചെണ്ട കൊട്ടി വിളംബരം ചെയ്യില്ലേ എന്ന മാതിരി, അതായത് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം. അതാണ് ഡോൽ ലേക്കർ എന്ന് പറയുന്നത്. ഡോൽ കൊട്ടിയിട്ട് ചെണ്ട കൊട്ടിയിട്ട് ഞാൻ കൃഷ്ണൻ എൻ്റേതാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, കൃഷ്ണനെ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് യാതൊരു പ്രശ്നമില്ല. ആരപവാദം പറഞ്ഞാലും ആ അപരാധത്തിനെക്കാട്ടിലൊക്കെ വില കൂടിയതാണ് എനിക്ക് കൃഷ്ണസ്നേഹം എന്നാണ് സഖിമാരോട് ആര് പറയുന്നത്? മീര പറയുന്നത്. അപ്പോൾ നോക്കുക, ആ വിലയ്ക്ക് വാങ്ങി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കൃഷ്ണനെ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള അവഖ്യാതി സഖിമാർ പറഞ്ഞു കൊടുക്കുക, അത് മോശമല്ലേ, അതൊരു തുച്ഛമായ കാര്യമല്ല നീ ചെയ്യണമെന്ന് വെച്ചാൽ പറയാം. ബാക്കി എല്ലാ അപഖ്യാതിയെക്കാട്ടിലും വില കൂടിയതാണ് എനിക്ക് കൃഷ്ണൻ്റെ സ്നേഹം എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം തുച്ഛമെന്നാണ് പറയുന്നത്. അതാണ് ഇതിൽ രണ്ടാമത്തേൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, ഇപ്പോൾ ഇവിടെ ഇനി ഒരു ശ്ലോകം കൂടെ ഇതിൽ കാണും. അല്ല, ശ്ലോകമല്ല, ഒരു പദം കൂടെ ഉണ്ട്, ടീച്ചറെ വിട്ടുപോയി. നോക്കൂ, ഏതാറിന് സഖി മ്യാരി നീന്ത് ന സാണി ഹോ വീരെ പന്ത് നിഹാരത്ത് സബരന് ബിഹാരിന് സഖിയന് സബ് മില് സീക്ക് ദയാമൻ ഏക് ന മാനി ഹോ ബിന് ദേക്യോ കലിന്ന പണ്ട मन रोस ना ठानी हो अंगरणी अंग घीण व्याकुल भयाम मुख पिय पिय बनी हो अंध वेदना बिरहरी तुम म्यारी പീഡന ജാണി ഹോ. അതായത് ആരെന്ത് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല, കൃഷ്ണനോടുള്ള സ്നേഹയ്ക്ക് എന്താ പറയുക, അത്യന്തം ഉന്നതിയിലുള്ളതെന്ന് പറഞ്ഞത്. ജൂൻ ചാതക് ഗണക്കും രഠെ മച്ചരി ജൂം പാണി ഹോ മീര വ്യാകുൽ വിരണി സുധ ബുധ വിസരണി. അതായത് മീര എപ്പോൾ നോക്കിയാലും കൃഷ്ണൻ്റെ ഭജനമായിട്ട് അവിടെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. तो सगी बताते हैं तो ऐसी बात अच्छा नहीं है. तो ये तो कहीं भी जाते समय कृष्ण के पास जाना चाहती है, कृष्ण के पास जाती है, कृष्ण का ऐसा कहना चाहती है, ऐसा जाना चाहिए, ऐसा उनसे मिलना चाहती हूँ, ഇങ്ങനെ ഞാൻ കൃഷ്ണനെ കാണാൻ പോവുക, കൃഷ്ണനോടിക്ക് അത് പറയണം, കൃഷ്ണൻ്റെ അടുത്ത് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. അപ്പോൾ സഖിമാർ പറഞ്ഞ് ये तो अच्छा नहीं है क्योंकि तुम्हें बहुत से अपराध अपख्याति मिलता है, നിനക്ക് ഒരുപാട് അപഖ്യാതികൾ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്താ പറയുക, ഉസ്കെ ബാരെ മേ മുझे സുनने की बात नहीं, എനിക്ക് അങ്ങനെ കേൾക്കേ വേണ്ട. ഞാൻ കൃഷ്ണൻ എവിടെ ഉണ്ടോ, എന്നെ എവിടെ വിളിച്ചോ, മേ ഉദർ ജാऊंगी और उसके साथ मिलूंगा, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോവും, കാണും, കേൾക്കുന്നൊക്കെ പറയണം. ഇവിടെ നോക്കൂ, ഈ ഹാലത്ത് ഹേക്ക് ഉന്നെ ദേക്കെ മുझे ചൈൻ नहीं पड़ता, എനിക്ക് അദ്ദേഹത്തെ കാണാതെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ബേചൈനി സെ മുझे अच्छी लगनी लगी है, मेरा सारा शरीर അത്യന്ത ദുബല और വ്യാകുല हो गया है, എനിക്ക് അദ്ദേഹത്തെ കാണാതെ പറ്റുകയില്ല, എൻ്റെ ശരീരം ആകെ കൂടെ വ്യാകുലമാകുന്നു, ഞാൻ ദുബലയായിത്തീരുന്നെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദൗർബല്യമുള്ളവളായിത്തീരുന്നു എന്ന് പറഞ്ഞു. പിന്നെ തഥാ മേരെ മുഖ പർ സിർഫ് പ്രിയതം കാ ഹി നാം ഹെ, എൻ്റെ മനസ്സിൽ എൻ്റെ പ്രിയതമനായിരിക്കുന്ന കൃഷ്ണൻ്റെ നാമം മാത്രമേ ഉള്ളൂ. और कहती है सखी मेरे विरह ने मुझे और आंतरिक पीड़ा दी है, അങ്ങനെ കൃഷ്ണനുമായിട്ടുള്ള വിരഹം എനിക്ക് എൻ്റെ ആന്തരിക് പീഡ ദേത്തി, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദന അനുഭവിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത്രയും അങ്ങേയറ്റത്തെ സ്നേഹമാണ് ആരുമായിട്ടുള്ളത്, കൃഷ്ണനുമായിട്ടുള്ളത് മീരയ്ക്ക്. സൂര്യദാസ് കിധർ ഹേ, ഇനി സൂര്യദാസിൻ്റെ ആണ് കേട്ടോ. സൂര്യദാസ് ഇതുപോലെ എന്താണ്, ഭയങ്കര ഒരു ഭക്തനായിട്ടുള്ള കവിയായിരുന്നു. ഇതേക്കോ. അപ്പോൾ സൂര്യദാസ് ഇതേപോലെ പരമഭക്തനായിരുന്നു കൃഷ്ണനിൽ. അദ്ദേഹത്തിൻ്റെ
മിക്ക പദങ്ങളും ബാലകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ ഉള്ള വർണ്ണനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വാത്സല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകളിലുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് सूरदास विभिन्न रूपों में कृष्ण के मनोरम लीलाओं का वर्णन किया है. उनमें सूरदास का स्थान श्रेष्ठ है. ചെറിയ കുട്ടിയുടെ മനോഹരമായിട്ടുള്ള വർണ്ണനകളാണ് ചെയ്തത്. അതിലേറ്റവും സർവശ്രേഷ്ഠനായിട്ടുള്ള കവി सूरदास തന്നെയാണ്. सूरदास के बारे में प्रसिद्ध आलोचक आचार्य रामचंद्र शुक्ल की प्रसिद्ध उक्ति है. ഈ സൂര്യദാസിൻ്റെ കവിതകളെ പറ്റി വിമർശകനായിട്ടുള്ള രാമചന്ദ്ര ശുക്ലജി പറഞ്ഞ ഒരു വാക്ക് നോക്കുക, എന്താ നോക്കൂ. സൂര്യ വാത്സല്യ ഏവം ശൃംഗാർ ക കോന കോന ജാങ്കായേ ഹെ. സൂര്യദാസ് എന്ന് പറയുന്ന കവി വാത്സല്യത്തിൻ്റെ കോന കോന ജാങ്കറായ ഹെ, മുക്കും മൂലയും കണ്ടുവന്ന വ്യക്തിയാണ്. അത്രയ്ക്കും സ്പഷ്ടമായിട്ട് ഒരു കുട്ടി നമുക്കിപ്പോൾ നമ്മളുടെ കണ്ണ് കാണും, ആ വർണ്ണന വായിച്ചു കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന മാതിരി തോന്നും. അങ്ങനെയുള്ളൊരു വർണ്ണനയിലാണ് അദ്ദേഹം ഉണ്ണിക്കണ്ണനെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ പറയപ്പെടുന്നത് എന്താണ്, സൂരദാസ് ജന്മന അന്ധത്തെ, ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹം അന്ധന, ഈ ലൗകികമായിട്ടുള്ള ഒരു കാഴ്ചയും അയാൾ കാണുന്നില്ല. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അയാൾ കണ്ണൻ്റെ ആ രൂപം വർണ്ണിക്കുന്ന അതിശയം തോന്നും. ചരിത്രത്തിൽ പറയണ കേട്ടോ അന്ധനാന്നൊക്കെ ഉള്ളത്. എനിക്ക് അതിൻ്റെ വ്യക്തത എന്ന് പറഞ്ഞാൽ ടീച്ചർ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ അങ്ങനെ തന്നെയാണ്. അന്ധനായിട്ട് ഇത്രയും മനോഹരമായിട്ട് ഒരു കുട്ടിയുടെ കൗതുക കാര്യങ്ങളൊക്കെ വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അലൗകികം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഏതാണ് വർണ്ണിക്കുന്നു നോക്കിക്കോളൂ. शोभित कर नवदीद लिए गुडरुनी चलत रेणु तनु मंडित मुगुधोदे ലേബലിയെ. പിന്നെ സർവാധിക് ഉപയുക്ത്. അപ്പോൾ അതിൻ്റെ തുടക്കമുള്ള കവിതയാണ് അത്. നിങ്ങൾ ആ പദങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ. മുഴുവനായിട്ട് പറയുമ്പോഴേക്കും നമുക്ക് സമയം കഴിയും. അപ്പോൾ ആ ഗുഡരുനി ചലത്ത് രേണു തനു മണ്ടിത്, മുട്ടുത്തി അഴഞ്ഞു വരുന്ന കണ്ണനെയാണ് പറയുന്നത്. ഗുഡരുനി എന്ന് പറഞ്ഞാൽ മുട്ടുത്തി അഴഞ്ഞു വരുന്ന കണ്ണൻ. മുട്ടുത്തി നടക്കുന്ന കുട്ടികളൊക്കെ നിങ്ങളൊക്കെ കണ്ടതല്ലേ. അപ്പോൾ ആ കുട്ടികളുടെ രൂപം എങ്ങനെയായിരിക്കും? അത് വെറും മുട്ടുത്തി വരുന്ന കുട്ടിയല്ല, എന്താണ്, കയ്യിൽ വെണ്ണുണ്ട്. അത് ഒരു കയ്യിൽ വെണ്ണയും എടുത്തുകൊണ്ടിട്ട് എന്ത് ചെയ്യാണ്, മുട്ടുത്തി അഴഞ്ഞിങ്ങനെ വരികയാണ്. അപ്പോൾ മുട്ടുത്തി അഴഞ്ഞു വരുന്ന കാരണം ഉക്ക ശരീരമേ രേണു, ആ ശരീരത്തെ, ആ കുട്ടിയുടെ ശരീരം മുഴുവൻ രേണു പര്യാഹ, പൊടിപടലങ്ങൾ പിടിച്ചിട്ടുണ്ട്, ചളിയിലൊക്കെ ഇട്ടിട്ട് പിടിച്ച് വരികയാണ്. ഏക്ക് ഉनके एक हाथ में क्या है, दही है, വെണ്ണുണ്ട്. और उनके मुँह पर लेपन किया है, വെണ്ണ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട്. उसका मतलब क्या है, वो खाते हैं. വെണ്ണ തിന്ന് കൊണ്ട് മൊത്തൊക്കെ ആയ ആ മുഖത്തോടു കൂടി ഒരു കയ്യിൽ വെണ്ണയും പിടിച്ചിങ്ങനെ മുട്ടുത്തി വരികയാണ്. എന്നിട്ടോ എന്താണെന്ന് പറയുന്നത്, ആ മുട്ടിത്തി വരുന്ന കാഴ്ച കാണാൻ അങ്ങേയറ്റത്തെ കൗതുകമാണ്. ഇനി ആ കൃഷ്ണനെ വർണ്ണിക്കാണ്. മുട്ടത്തി വരുന്നുണ്ട്, പൊടിപടലങ്ങൾ വർന്നിട്ടുണ്ട്, അവരുടെ മനോഹരമായ കപോലം, കവിൾത്തടം മനോഹരമാണ്. എനിക്ക് ആങ്കെ താമരപ്പൂവിൻ്റെ പോലുള്ള കണ്ണുകളാണ്, അത് ചഞ്ചലമായി കളിക്കുന്നുണ്ട്. പിന്നെന്താണ് കണ്ണുകൾ ലോലമായ ചഞ്ചലമായ കണ്ണുകൾ, നെറ്റിത്തടത്തിൽ ഗോരോചനക്കുറിയുണ്ട്. ഇനി ഇങ്ങനെ നടന്നു പോകുമ്പം ചുരുളം മുടിയാണ്, ആ ചുരുളം മുടികളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു കിടന്ന് ആടുന്നുണ്ട്. അത് കണ്ടാൽ എന്തുപോലെ ആയിരിക്കും എന്ന് പറയുന്നത്, കരിവണ്ടുകൾ ഉണ്ടല്ലോ, പൂവിൽ നിന്ന് അതായത് കണ്ണിൻ്റെ താമര പൂവായിട്ടാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലെ തേൻ കുടിക്കാൻ വേണ്ടി പാഞ്ഞ് നടക്കുന്ന പോലെയാണെന്നാണ് കവി പറയുന്നത്. അങ്ങനെ അതുണ്ട്, നെറുകയിൽ പീലിയുണ്ട്. ഇങ്ങനെ എല്ലാ ആയിട്ടുള്ള കണ്ണനെ ഇങ്ങനെ വർണ്ണിച്ചത് കണ്ടാൽ നമ്മൾക്ക് കണ്ണൻ നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു പ്രതീതി ഉണ്ടാവും. അപ്പോൾ നോക്കൂ, ഒരു അന്ധരായിട്ടുള്ളൊരു വ്യക്തി ഇത്രയും, അതായത് ജന്മനാ അന്ധനാന്ന് പറയുന്നത്, ഇത്രയും മനോഹരമായ ഒരു കുട്ടീനെ പറ്റി വായിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അസാധാരണമായിട്ടുള്ള കഴിവ് തന്നെയാണ്. അപ്പോൾ ആ ഒരൊറ്റ പദമേ നിങ്ങൾക്ക് സൂര്യദാസിനെ പറ്റി പഠിക്കാനുള്ളൂ. ഇനി അതിലെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ് സൂര്യദാസിൻ്റെ എന്താ പറയുക, പ്രധാനപ്പെട്ട എന്താ പറയുക, അതിന് പറയുക വിലോം നെയ്ഹ വികൽപ്പ് തിരഞ്ഞെടുത്താനൊക്കെ ഉണ്ടാവും. ഒരു 1-2 ഉദാഹരണം ടീച്ചർ പറയാം. പ്രസ്തുത പദമേ കോൻസാ രസ് ഹെ. ഇപ്പോൾ പറഞ്ഞ ആ ശോഭിത് കരുന്നവനേതിലീയ, ആ കയ്യിൽ വെണ്ണയും പിടിച്ചു വന്ന കഥ പറഞ്ഞില്ല, അതിലേത് രസം, ഭാവമാണ്, ക്രോധമാണോ, സ്നേഹമാണോ, വാത്സല്യമാണോ, ദുഃഖമാണോ, ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്
വാത്സല്യ ശൃംഗാർ വീര് ഭക്തി. അതിലേതാണ് വാത്സല്യം. ഇനി ബൗരോക്കെ സമൂസ കിസ്കി തുലനാക്കി ഹെ. ബൗര് വണ്ടുകളുടെ കൂട്ടമായിട്ട് എന്തിനെയാണ് തുലന ചെയ്തിട്ടുള്ളത്? കബോല്, കേശ്, മുഗ്, ലോചന. ഇപ്പോൾ രണ്ടാമത്തെ എടുത്തു. ഇനി മൂന്നാമത്തേത് രീതികാലത്തിലെ രണ്ട് കവികളെ പറ്റിയാണ് നമുക്ക്. രീതികാവ്യം എന്ന് പറയുന്നത് ഭക്തികാലത്തിന് ശേഷം വന്ന കാലമാണ്. അതിൽ എന്താണ് നീതിക്കും ശൃംഗാരത്തിനും പ്രകൃതിവർണ്ണത്തിനുമാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കവിയാണ് ബിഹാരി ഓർ പത്മാകർ. ബിഹാരി എന്ന് പറയുന്നതും കൃഷ്ണഭക്തൻ തന്നെയാണ്, പത്മാകർ എന്ന് പറയുന്നതും കൃഷ്ണഭക്തൻ തന്നെയാണ്. പക്ഷെ അവർ രണ്ടുപേരും എന്താണെന്ന് പറയുന്നത്, കൃഷ്ണഭക്തി ശാഖയത്തി ശൃംഗാരരസത്തിലൂടെ പറയുന്നത്. പത്മാകർ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ തന്നെയാണ്. അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ അതൊക്കെയാണ് നോക്കുക. കൃതികളല്ല, കവിതകൾ നോക്കൂ. കബ് കോ ഠേരത്ത് ദീൻ തട് ഹോത് ന ശ്യാം സഹായി തുമഹും ലാഗി ജഗത് ഗുരു ജഗന്നാഥ്. അതായത് ഈ ദോഹയിൽ ഹേ കൃഷ്ണൻ, ഈ ലോകത്തിൻ്റെ ജഗത് ഗുരു എന്ന് സംബോധന ചെയ്യട്ടോ. ഞാൻ കിത്തനേ ബാർ തുമേ രട്ടത്ത് രഹ ദീൻ സ്വരമ. ഞാൻ നിന്നെ ഒരുപാട് പ്രാവശ്യം ദീനസ്വരത്തിൽ വിളിച്ചു, നീ എന്നെ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. നീയും ഈ ലോകത്തിലെ കാറ്റ് നിന്നിൽ അടിച്ചു എന്നാണ് ചെയ്യുന്നത്. ഈ ദുനിയാത്തോ കൈസേ ഹേ, ഈ ലോകം എങ്ങനെയാണ് അപ്പന കാര്യം ദേക്കർ ജീത്തേ ഹേ സബി ലോക്. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നത് സ്വാർത്ഥികളാണെന്നർത്ഥം. അതാണ് പറയുന്നത്. ഞാൻ എത്ര പ്രാവശ്യം ദയനീയമായി നിന്നെ രോദനം ചെയ്ത് കരഞ്ഞു പറഞ്ഞു, പക്ഷെ നീ എന്താ എൻ്റെ നേരെ നോക്കാത്തത്? നിന്നിലും ദുനിയാക്കി ഹവ പടുകയാ ഹേ, ഈ ലോകത്തിൻ്റെ കാറ്റ് നിന്നിലും പറ്റും. അർത്ഥാത് ഹേ കൃഷ്ണൻ തുമ്പി സ്വാർത്ഥി ബൻ ഗയേ ഹോ എന്നാണ് ചോദിക്കുന്നത്. നീയും സ്വാർത്ഥിയായി കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് കനക് തേ സൗഗുനി മാതകത അധികായി കായം ബൈരാത്ത് ഹേ യാ പായം വൈരാഗ്യം. അതായത് കനക് എന്നുള്ള ഒരു പദം കൊണ്ട് രണ്ടർത്ഥം അടയ്ക്കുന്നത്. കനക് എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത് എന്നുണ്ട്. പിന്നെ കനക് എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങളവിടെ ഇതിനൊക്കെ ആട്ടയ്ക്കാന്ന് പറയും. ഒരു തരം പഴമുണ്ട്, ഒരു ഉരുണ്ട പഴമുണ്ട്. അത് തിന്നാൽ മത്തത ഉണ്ടാവും. അതായത് നമ്മൾ എന്താ പറയുക, മദ്യമൊക്കെ ഉപയോഗിച്ചുള്ള പോലത്തെ ഒരു ഒരു എന്താ പറയുക ഉന്മത്തത ഉണ്ടാവും. അപ്പം അത് രണ്ടർത്ഥം അതിന് കിട്ടും. അപ്പോൾ കവി യഹ നിസ്ക ദോ പ്രയോഗിക്കുക, ഒന്ന് ധനത്തിൻ്റേതായിട്ടും ഒന്ന് മദ്യത്തിൻ്റേതായിട്ട് പറഞ്ഞാൽ. ധനത്തിന് അതായത് മദ്യം കഴിച്ചാൽ ഉണ്ടാവുന്ന ആ ഉന്മത്തത കുछ समय के बाद तो नष्ट हो जाता है. वो कवि कनक के लिए दो अर्थ बताते हैं. कनक एक अर्थ है धन और एक अर्थ है ലഹരി വസ്തുക്കൾ. അപ്പോൾ ആ ലഹരി വസ്തു ഉപയോഗിച്ചുണ്ടാവുന്ന എന്താ പറയുക മതോന്മത്തത, ലഹരി എന്ന് തന്നെ പറയാം, അത് പെട്ടെന്ന് മാറിപ്പോയി. എന്നാൽ ധനം കൊണ്ടുള്ള ആ ലഹരി അർത്ഥാത് അഹങ്കാരം, ഗർവ്, അത് കബി നെഹി ചോട് സക്തേ, അത് മനുഷ്യനൊരിക്കലും ഒഴിവാക്കുന്നതല്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുറച്ച് ഒരു ഇതുണ്ട്. കഹലാനെ ഏക്കത്ത് ബർസത്ത് അഹിമയൂര് ജഗത്ത് തപോവന് സൗക്കിയോ ധീരജ് വാഗ് നീരാത്. അതൊന്നും വലിയ പ്രധാനപ്പെട്ടതല്ല. പ്രധാനപ്പെട്ടത് എല്ലാം ടീച്ചർ പറഞ്ഞു തന്നു കഴിഞ്ഞു കേട്ടോ. ഇനി അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആ വികല്പമൊക്കെ നിങ്ങൾ തിരഞ്ഞ് എടുത്ത് എഴുതുക. പിന്നെ ഇനി അടുത്തത് നമുക്ക് പറഞ്ഞു തരാനുള്ളത് പത്മാകറിൻ്റെയാണ്. പത്മാകറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആ കൂടെ ഒരു ഇതുള്ളത് കൃഷ്ണഭക്തി തന്നെയാണ്. പത്മാകറിൻ്റെയും കൃഷ്ണനെ ഭക്തി സ്നേഹത്തിലൂടെ കിട്ടുന്ന ഒരു കാര്യമാണെന്നാണ് പത്മാകർ പറയുന്നത്. ഉത്സാഹ ഉമങ്ക് ക ത്യോഹാർ ഹെ ബസന്ത്. ആ ഒരു അതായത് നമ്മൾ വസന്തകാലത്ത് വരുന്ന ഒരു ഉത്സവമാണ് ഹോലി എന്ന് പറയുന്നത്. ആ ഹോലി സമയത്ത് കൃഷ്ണനും ഗോപികമാരും ഒക്കെ കൂടെ ഹോലി കഴിക്കുകയാണ്. അപ്പോൾ ഒരു ഗോപിയേക്ക് കൃഷ്ണൻ അങ്ങോട്ട് കണ്ണ് പതിഞ്ഞു പോയി ചെടുത്ത് വെക്കല്ല. നിങ്ങൾക്കറിയാലോ, ടീച്ചർ വ്യാഖ്യാനിച്ച് തരണ്ടല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ പതിഞ്ഞു പോയ ആ കൃഷ്ണൻ്റെ രൂപം ഗോപികയുടെ കണ്ണിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹോലിക്ക സിന്ദൂരം പൊടി കളറ് എറിയുന്നത് കണ്ടിട്ടില്ലേ? കളറ് എറിഞ്ഞ് കളിക്കലാണല്ലോ ആ ഹോലിക്കുള്ളത്. അപ്പോൾ ആ പൊടി, സിന്ദൂരത്തിൻ്റെ പൊടി ഗോപികയുടെ കണ്ണിൽ തട്ടി. അപ്പോൾ സഖിയോട് പറയാണ്, എൻ്റെ കണ്ണിൽ പറ്റിയ ആ പൊടി, സിന്ദൂരത്തിൻ്റെ പൊടി പെട്ടെന്ന് പോകുന്നുണ്ട്. സിന്ദൂരത്തിനവിടെ എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നുണ്ട്, അത് നോക്കുക. ആ വാക്ക് എന്താണെന്നുള്ള രണ്ടർത്ഥം അവിടെ വരുന്നുണ്ട്. ഒന്ന് കൃഷ്ണൻ്റെ ഇതിൽ വരുന്നുണ്ട്, ഒന്ന് സിന്ദൂരത്തിൻ്റെ പൊടിയും വരുന്നുണ്ട്.
അഹീർ അവർ അബീറാണ് വരുന്നത്. ഒന്ന് അതിൽ കൃഷ്ണനാണ്, ഒന്ന് പൊടിയാണ്. അപ്പോൾ അബീർ വേഗം പോയി കഴിഞ്ഞു. അത് പൊടി കഴുകിയപ്പോൾ പോകുന്നുണ്ട്, പിന്നെയും കണ്ണിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ പറയാണ്, ജ ഹമാരെ കൃഷ്ണ മേരെ ആങ്കോ में बस गया है वह तो आंखों से बाहर नहीं जाते हैं. അതിൻ്റെ അർത്ഥം ഇനി ഞാൻ പറയണ്ടല്ലോ. കൃഷ്ണ എൻ്റെ കണ്ണിൽ കുടിയിരുന്നു, എൻ്റെ കണ്ണിലാണ്ട് കയറി. ഇവ ബാഹർ നെയ് ജാത്ത, അവൻ പുറത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, ടീച്ചർ വിവരിച്ചു തരുന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് പത്മാകരൻ്റെത്. സോറി, അത് ടീച്ചർ പത്മാകരൻ്റെത് വേറെയാണ് കേട്ടോ. ഇതന്നെ പത്മാകരൻ്റെ ടീച്ചർ ബിഹാരി എന്ന് പറഞ്ഞു പോയി. ആ ഒരു ശ്ലോകം കൊണ്ടിട്ടാണ് പത്മാകരൻ നമുക്ക് തന്നിട്ടുള്ള ആ ഒറ്റ പദം മാത്രമേ പത്മാകരൻ്റെ ഇതിലുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ആ ഹോലി സമയത്ത് ഗോപികമാരും കണ്ണനും കൂടെ കളിക്കുന്ന കൂട്ടത്തിൽ ഒരു ഗോപികയുടെ കണ്ണിൽ പൊടിയും പോയി, അതങ്ങനെ കഴുകിയിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കൂട്ടുകാരി ചോദിച്ചാൽ പറയുന്നതാണ്, എൻ്റെ കണ്ണിൽ തട്ടിയ അഹീർ കുങ്കുമം പോയി കഴിഞ്ഞു, ലേക്കിൻ കൃഷ്ണ തോ ബാഹർ നേ ജാ സക്താ ഹൈ, അതിനെ പുറത്താക്കാൻ പറ്റുന്നില്ല. അർത്ഥാത് കൃഷ്ണ ഉൻകെ മൻമേ പ്രതിഷ്ഠിതോ ഗയാ ഹെ, ആ ഗോപികയുടെ മനസ്സിൽ കൃഷ്ണൻ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് അഞ്ചാമത്തെ ഉത്തർ ഛായാവാദി കവിതയാണ് പഠിക്കാനുള്ളത്. ജൽദി തോടാ സി സമയ ഹെ. അതിൽ ബിഹാരിയിലെ അതായത് ദിൻകർ और ബച്ചൻ. ഉത്തർ ഛായാവാദി എന്ന് പറഞ്ഞാൽ ഛായാവാദിന് ശേഷം വന്ന ഇതാണ്. പ്രതിവാദം എന്നും പറയും ഇതിന്. ആ കവിതയാണ്. അതിൽ കവിതയിൽ പണ്ട് കാലത്തെ പോലത്തെ കവിതയെല്ലാം നീണ്ട വലിയ വലിയ കാവ്യങ്ങളൊന്നുമല്ല. ഇതിന് ചോട്ടാത്ത കവിത, ചെറിയ ചെറിയ കവിതകൾ. അതിൽ വിഷയത്തിനാണ് പ്രാധാന്യം, മറ്റ് യാതൊന്നിനും ഒരു പ്രസക്തിയില്ല. വിഷയം എന്താ വെച്ചാൽ അത് നേരിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കുക. അങ്ങനെയുള്ളൊരു കവിതയാണ് പ്രതിവാദിൽ വന്നിട്ടുള്ളത്. സമൂഹത്തിലെ അന്യായത്തിനും ചൂഷണത്തിനും എതിരായിക്കൊണ്ട് ശബ്ദമുയർത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ കവിതയുടെ ഉദ്ദേശം. അപ്പോൾ അതുവരെ വലിയമാർ, അതായത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ചൂഷണങ്ങൾ നടന്നുകൊണ്ട്, വലിയ വലിയ ആൾക്കാർ ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളാണ്. ആ പാവപ്പെട്ട ആളുകളെ ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴിയായിരുന്നു ഈ ഛായാവാദിയിലെ കാലത്തെ കവികൾ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള കവികളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ദിൻകർ और ബച്ചൻ. ആ ദിനകറിൻ്റെ ഒരു കവിതയാണ് പരശുരാം का ഉപദേശം എന്ന് പറയുന്നത്. അതായത് പരശുരാം का ഉപദേശം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധം നടക്കണ്ടേ. ആ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, നമ്മളുടെ വീരന്മാർക്ക്, ധീര ജവാന്മാർക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ദേശത്തിലെ വീരന്മാരായിട്ടുള്ള യുവാക്കൾക്ക് ഒരാവേശം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം കവിത എഴുതിയിട്ടുള്ളത്. വീരവംശ വേക്കത്തേക്ക് തും വൈരാഗിച്ചോടുക്കാർ വീര് ബനോ എന്ന് പറയുന്നത്. നീ വൈരാഗ്യത്തിലിരിക്കെ, തും സന്യാസി നെയ് ഹോ, നിങ്ങൾ സന്യാസികളല്ല, തും വീര് ഹോ, ആത്തോമേ തൽവാർ ഉടാവോ और आपने ശത്രുവൻ സെ ലഡോ എന്ന് പറയുന്നത്. നിങ്ങൾ കൈകളിൽ, ആ കൈകൾ വെറുതെ മറ്റുള്ള ദാനധർമ്മങ്ങൾക്കല്ല, വാളെടുത്തിട്ട് ആ കൈകളെ കൊണ്ടിട്ട് ശത്രുക്കളെ നീ ഹനിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഭാരതത്തിലെ യുവാക്കൾക്ക് ആവേശം പകരുന്ന ഒരു കവിതയാണ് പരശുരാംക്ക് ഉപദേശം എന്ന് പറയുന്ന കവിത. അത് നമ്മളുടെ ആരെഴുതിയതാണ്, രാംധാരി സിംഗ് ദിനകർ എഴുതിയിട്ടുള്ളതാണ്. അടുത്തത് ആരാന്ന്, ബച്ചനല്ലേ, ബച്ചൻ, ഹരിവംശറായ് ബച്ചൻ. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഉണ്ട്, ക്യാ ഭൂലും ക്യാ സോച്ചു പറഞ്ഞിട്ട്. ആ ക്യാ എന്താണ് ഞാൻ ഓർക്കേണ്ടത്, ഞാൻ എന്താണ് മറക്കേണ്ടത് എന്നാണ് ആ കവിതയുടെ ആശയം. അപ്പോൾ അത് അദ്ദേഹം എഴുതാനുള്ള കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് മറക്കാനാവാത്തൊരു സംഭവം നടന്നു. ക്യാ ഹെ വ, അതെന്താണ്? ഇതത്ത് ഹരിവംശറായ് ബച്ചൻ की കവിത है. क्या है കവിത का नाम है ക്യാ ഭൂലും ക്യാ സോച്ചു, എന്ത് ഞാൻ മറക്കണം എന്തോർക്കണം എന്നുള്ളത്. അത് നമ്മൾക്ക് സ്ത്രീകൾക്ക് കൂടിയുള്ള ഒരു എന്താ പറയുക, ഒരു മുന്നറിയിപ്പല്ല, നമുക്ക് നല്ലൊരു സന്ദേശമാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. കാരണം നമ്മളെ ഈ പുരുഷവർഗ്ഗങ്ങൾ ടാറ്റിത്തുപ്പില്ല, ഞാൻ പറയുന്നതിൽ ആർക്കും ദേഷ്യമൊന്നും വേണ്ട കേട്ടോ. അതായത് നമുക്ക് എപ്പോഴും കുടുംബജീവിതത്തിലൊരു
എന്താ പറയുക, ഒരു സ്ഥാനവും ഇല്ലാത്ത അവസ്ഥ ചില കുട്ടികൾക്കൊക്കെ കാണാറുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്നല്ല കേട്ടോ ടീച്ചർ പറയുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലായാലും ഭർത്താവിൻ്റെ അമ്മയിൽ നിന്നും പെങ്ങന്മാരിൽ നിന്നൊക്കെ സ്വന്തം ഭർത്താവിൽ നിന്നുള്ള അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ഒരുപാട് കുടുംബങ്ങളറിയാം. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിക്കും അഗർ ഉൻകെ പത്നിയെ അപ്പനെ സാത്ത് നെയ്യ് തോ ഉൻകെ മൻമേ യഹി ചിന്ത ജായേഗ. അവൻ്റെ മനസ്സിൽ ഈ ബച്ചൻ പറഞ്ഞ അതേ ചിന്ത ഉണ്ടായിരിക്കും. तो बाहर नहीं दिखाता है, അത് പുറത്ത് പറയില്ല. ക്യോ वो तो पुरुष है, പുരുഷ എല്ലാത്തിൻ്റെ മേധാവിയാണെന്നല്ല, മേധാവിത്വം എടുത്തോട്ടെ, പക്ഷെ അമ്മേൻ तो ऐसा वैसा करने के लिए हम नहीं छोड़ देता. അത് നമ്മൾ വിട്ടുകൊടുക്കരുത്. നമുക്കും നമ്മളുടെ സ്ഥാനം തരിക, അവരുടെ സ്ഥാനം എടുക്കുക. അതായത് മനസ്സിലിപ്പം ടീച്ചർ ഇത്തന കത്താവും ഇത്രയേ പറയുന്നുള്ളൂ. കാരണം ഇവിടെ നമ്മൾ എല്ലാ സ്ത്രീകൾക്കും ഉള്ളൊരു ഉപദേശമായിട്ട്, ഒരു മുൻകരുതലായിട്ട്, നമുക്കുള്ളതായിട്ടുള്ള ഒരു ശക്തിയായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അയാൾക്കുണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ് ഈ കവിത. നോക്കൂ, ആ കവിതയിൽ അദ്ദേഹം പറയുന്നത് ക്യാ ഭൂലും ക്യാ സോച്ചും, ഞാൻ എന്തെല്ലാം മറക്കണം, ഞാൻ എന്തെല്ലാം ഓർക്കണം. തൻ്റെ സഹധർമ്മിണിയായിരിക്കുന്ന ഭാര്യ മരിച്ചു പോയതോടുകൂടി അദ്ദേഹത്തിന് എന്താണ് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തെടുക്കുമ്പോഴും അതുവരെ സഹധർമ്മിണി കൂടെ ഉണ്ടായിരുന്നവളാണ്. ആ കൂട്ടിനൊരാളില്ലാത്ത അവസ്ഥ ആർക്ക് വരുന്നു? നമ്മളുടെ ബച്ചനുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോഴും അദ്ദേഹം എഴുതിയ ഈ കവിതകളാണിത്. അതിലൊന്നാമത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സഹധർമ്മിണി എന്തായാലും വേറൊരു പേരുമുണ്ട് ഒപ്പം ഉള്ളതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മരണം വന്നതോടെ ഉन्होंने कभी कभी सोचा है कि मैं भी उनके साथ मर जाऊँ तो कितना अच्छा होता, क्योंकि तो परलोक में भी मैं उनके साथ रह सकता हूँ. അത്രയും അദ്ദേഹത്തിന് വിഷമം വന്നു. ഈശ്വര, ഞാനും കൂടെ അവളുടെ കൂടെ പോയിരുന്നെങ്കിൽ പരലോകത്തെങ്കിലും എനിക്ക് അവളുടെ കൂടെ ജീവിക്കാം. ഈ ഇഹലോകത്തേത് കഴിഞ്ഞ് ഇനി പരലോകത്തും കൂടി എനിക്ക് അവളുടെ കൂടെ ജീവിക്കാമായിരുന്നു. അപ്പം നോക്കുക, ശരിക്ക് ആ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അവരുടെ ആ മാനസിക അവസ്ഥ നോക്കൂ. അപ്പോൾ ആ അവസ്ഥയുടെ ഒരു ചിത്രീകരണമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ കവി പറയുന്നുണ്ട്, കവിയല്ല ലേഖം പറയുന്നത് എന്താ വെച്ചാൽ യെ കേവൽ ഹമാരെ ബച്ചൻ की कहानी नहीं है, ये भारत के सभी परिवार का കഥ ഹെ. ഏതൊരു പുരുഷനും ഇതാണ് അവസ്ഥ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അവർ പുറത്ത് പറയായേ ഉള്ളൂ. ആ ഭാര്യ മരിച്ചതോടുകൂടി ബച്ചന് സമൂഹത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു അകൽച്ച വരികയും ആ അകൽച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ഒരു കവി ആയതിനെ കൊണ്ട് അദ്ദേഹം അത് ചിത്രീകരിച്ചു. സാധാരണ ഒരു പുരുഷനാണെന്ന് മിണ്ടില്ല, ഒക്കെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കും. ഒരു ഫ്രണ്ട്സിനോട് പോലും പറയാൻ അവന് മടിയുണ്ടായിരിക്കും, പക്ഷെ ഉള്ളു കിടന്ന് വെങ്ങുന്നുണ്ടായിരിക്കും. അത് പുരുഷന്മാരെ കുറ്റം പറയല്ല, പക്ഷെ അത് പുറത്ത് പറയാനുള്ള കഴിവോ തൻ്റെടോ അവർക്ക് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാലോ ഒരു ഭാര്യ മരിച്ചു വെച്ചിട്ട് ഇത്ര സങ്കടം എന്തിനാന്ന് എനിക്ക് ചിലർ ചോദിക്കുന്നുണ്ടാവുക. അത് കേൾക്കണ്ടല്ലോ വെച്ചിട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ലേക്കിൻ ഉनके बारे में तो अपनी पत्नी के बारे में तो उनके मन में हमेशा दुखी ही होगा, या तो उनके याद हमेशा किसी न किसी प्रकार दिन में 1 या 2 बार या 3 बार आते जाते ही रहते हैं. कभी भी यहाँ तो ऐसा कहता है तो उसके बारे में मैं सोचूं तो मुझे दुख आता है, इसलिए मैं क्या सोचूं क्या बोल जाऊँ. അതുകൊണ്ട് ഞാൻ എന്ത് ചിന്തിക്കണം, എന്ത് മറക്കണം എന്നുള്ളൊരു ആശയമാണ് അതിൽ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും വിലോമ ശബ്ദങ്ങളും ഒക്കെ അതിലുണ്ട്. അതെല്ലാം നോക്കുക, നോക്കിയിട്ട് നല്ലവണ്ണം മനസ്സിലാക്കുക. ഇനി ക്വസ്റ്റ്യൻ ആൻസറോ എന്ത് വേണമെന്നും അതായത് പ്രയാസമുള്ള ഭാഗങ്ങളൊക്കെ ചോദിച്ചോളൂ. मैं तुम्हारी सहायता करने के लिए, तुम्हारी मदद के लिए हम हमेशा तुम्हारे साथ ये नाटक में तुम्हारे साथ रहेंगे. तो कोई व्यग्रता कोई बात नहीं है, कोई डरने की कोई बात नहीं है. तुम पढ़ो, आपके साथ हम हमारे हाथ हमेशा बढ़ाते ही रहेंगे. अर्थात ഇതിൻ്റെ അർത്ഥം എന്താ? തുമാരി സഹായത के लिए हम अपने साथ सभी हर समय होंगे. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് യാതൊരു പ്രയാസവുമില്ലാതെ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. हम तुम्हारे मदद करूँगी, मैं करूँगी. समझा? हिंदी में कोई भी संदेह है तो पूछो.
ഇന്ത്യയിൽ വല്ല എന്ത് സംശയം ഉണ്ടെന്ന് ചോദിച്ചോളൂ, ഞങ്ങളതിന് പരിഹാരം ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 അധ്യായങ്ങൾ കഴിഞ്ഞു. 2, 3, 5 അതിലുള്ള കവികളെ പറ്റി പഠിച്ചു. ആ കവികളുടെ എന്താണ് ദോഹകൾ ഏതൊക്കെയാണ്, ദോഹയല്ല പദങ്ങൾ ഏതൊക്കെയാണ്, ദോഹ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു. 3ഉം ഭക്തകവികളാണ്. കൃഷ്ണഭക്തി ശാഖേത്തെയും പിന്നെ എന്താണ് രാമഭക്തി ശാഖേത്തെയും കവികളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അതിൽ പ്രധാനമായിട്ട് മീര, സൂർദാസ്, ബിഹാരി, പത്മാരി ഇതൊക്കെ കൃഷ്ണഭക്തി ശാഖയിലെ കവികളാണ്. തുളസീദാസ് രാമഭക്ത കവിയാണ്. ഈ രാമഭക്തിയും കൃഷ്ണഭക്തിയും സभी एक है, दोनों रूप में उसका क्या है चालन या ചഞ്ചലക സോറി ചാലൻ കത്തെ ഹെ. ആ 2 രൂപത്തിൽ അത് നടത്തിക്കുന്നു എന്ന് മാത്രം. ഒന്ന് കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നു, ഒന്ന് രാമനെ പ്രാർത്ഥിക്കുന്നു. ദോനോ ഏക് ഈ ഹെ. समझा? तो ऐसा कहकर मैं अब ये पाठ इधर समाप्त करती हूँ, बाद में देखूँगा. धन्यवाद. अदा വീണ്ടും मैं बताती हूँ कि तुम्हें कोई भी संदेह तो നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ, हम बता देंगे. समझा? अच्छा तो धन्यवाद, नमस्कार.